എവരിവൺ, വെൽക്കം ടു സൈലം ലേണിംഗ്. സോ മക്കളെ, ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ EVSന്റെ സെക്കൻഡ് ചാപ്റ്ററിൽ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള എല്ലാ വിലയിരുത്തൽ ക്വസ്റ്റ്യൻസും ആയിട്ടാണ്. അപ്പം നമുക്ക് എന്ത് ചെയ്യണം, വളരെ കുറച്ച് ക്വസ്റ്റ്യൻസ് മാത്രമേ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുള്ളൂ. ആ ക്വസ്റ്റ്യൻസും അതിൻ്റെ ഉത്തരവുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പം നമ്മുടെ സെക്കൻഡ് ചാപ്റ്റർ എന്ന് പറയുന്നത് ഏതായിരുന്നു? യെസ്, ഇന്ത്യ എൻ്റെ രാജ്യം, ഇന്ത്യ ഈസ് മൈ കൺട്രി. അതിലുള്ള വിലയിരുത്തൽ ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ലേറ്റസ്റ്റ് അസസ് എന്ന് പറയുന്ന ആ ഒരു പോർഷനിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. സോ എല്ലാവരും എന്ത് ചെയ്യുക, സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാനായിട്ട് ശ്രദ്ധിക്കും. അപ്പൊ നമ്മുടെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്, വിലയിരുത്താൻ ക്വസ്റ്റ്യൻ ആണ്. ചേരുംപടി ചേർക്കുക. ഇവിടെ നമുക്ക് രണ്ട് സെക്ഷനായിട്ട്, ഒരു സെക്ഷനിൽ ഇങ്ങനെ പ്രധാനപ്പെട്ട ഇവന്റ്സ്, അതായത് ഇന്ത്യയുടെ സ്വാതന്ത്ര്യ ദിനം, ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്ന ദിനം, ക്വിറ്റ് ഇന്ത്യ ദിനം, ഗാന്ധിജിയുടെ ചരമദിനം, ഇന്ത്യയുടെ ഭരണഘടനാ ദിനം, അതുപോലെ തന്നെ നെക്സ്റ്റ് സെക്ഷനിൽ കുറെ ഡേയ്സും കുറെ ഇയേഴ്സും കൊടുത്തിട്ടുണ്ട്. നമ്മൾ എന്ത് ചെയ്യണം, ജസ്റ്റ് ഒന്ന് മാച്ച് ചെയ്യണം. ഓക്കെ, നമുക്ക് നോക്കാം. ആദ്യം ഇൻഡിപെൻഡൻസ് ഡേ ഓഫ് ഇന്ത്യ. ഇൻഡിപെൻഡൻസ് ഡേ ഓഫ് ഇന്ത്യ ഏതാണ് മക്കളെ? യെസ്, ഓഗസ്റ്റ് 15, 1947 ആണ്. ഇനി ദ ഡേ ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ കെയിം ഇൻ ടു ഫോഴ്സ്, ഏതാണ് കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം? നമുക്ക് ഇവിടെയും കൂടി ഒന്ന് പൂർത്തിയാക്കാം. ഇന്ത്യയുടെ സ്വാതന്ത്ര്യദിനം എന്ന് പറയുന്നത് 1947 ഓഗസ്റ്റ് 15 ആണ്. അടുത്തത് ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്ന ദിനം എന്നാണ് മക്കളെ? യെസ്, നമ്മുടെ 1950 ജനുവരി 26 ആണ്. ജനുവരി 26, 1950. ക്വിറ്റ് ഇന്ത്യ ഡേ എന്നാണ് മക്കളെ? ക്വിറ്റ് ഇന്ത്യ ഡേ ഓഗസ്റ്റ് 8 ആണ് അല്ലേ? ഓഗസ്റ്റ് 8, 1942 ഓഗസ്റ്റ് 8. ഇനി ഗാന്ധിജിയുടെ ചരമദിനം എന്നാണ്? ഗാന്ധിജിയുടെ ചരമദിനം എന്നാണ്? യെസ്, 1948 ജനുവരി 30 ആണ്. അപ്പൊ നമ്മൾ ഇങ്ങനെ മാച്ച് ചെയ്തു. ഇനി അടുത്തത് കോൺസ്റ്റിറ്റ്യൂഷൻ ഡേ ഓഫ് ഇന്ത്യ എന്നാണ്? നമ്മുടെ നവംബർ 26 ആണ്, 1949. യെസ്, 1949 നവംബർ 26. അപ്പൊ പ്രധാനപ്പെട്ട ഇവന്റ്സ്, ആ ഇവന്റ്സ് ഉള്ള ആ ഒരു വർഷം, ആ ഒരു ദിവസം ഏതാ, ആ ഒരു ഡേറ്റ് ഏതാണ് എന്നൊക്കെ എന്ത് ചെയ്യുക, ഒന്ന് കൃത്യമായിട്ട് നോട്ട് ചെയ്യുക കേട്ടോ. ഇനി ഇതിന്റെ ആൻസർ ഇവിടെ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് ഇതുമായിട്ട് ക്രോസ് ചെക്ക് ചെയ്യാം. യെസ്, ഇതിൽ കറക്റ്റ് ആയിട്ടുള്ള ഓർഡറിലാണ് ആൻസർ കൊടുത്തിരിക്കുന്നത്. സ്വാതന്ത്ര്യദിനം എന്നാണ്? നമ്മുടെ ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്ന ദിനം എന്നാണ്? ക്വിറ്റ് ഇന്ത്യ ദിനം എന്നാണ്? ഗാന്ധിജിയുടെ ചരമദിനം എന്നാണ്? ഇന്ത്യൻ ഭരണഘടനാ ദിനം എന്നാണ്? നമ്മൾ നേരത്തെ മാച്ച് ചെയ്തിട്ടുണ്ട്, എങ്കിലും നിങ്ങൾക്ക് ഇതും കൂടി എന്ത് ചെയ്യാം, യൂസ് ചെയ്യാം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ശരിയാണോ തെറ്റാണോ എന്ന് അടയാളപ്പെടുത്താനാണ്. 4 ഓപ്ഷൻ ഉണ്ട്. 4 ഏതാണ് ശരി, ഏതാണ് തെറ്റ്? കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഏതാണെന്ന് കണ്ടുപിടിച്ചാൽ മതി. ഗോവ കേരളവുമായി അതിർത്തി പങ്കിടുന്നു. ഗോവ ഷെയർ എ ബോർഡർ വിത്ത് കേരള. ശരിയോ തെറ്റോ? തെറ്റാണ്. അടുത്തത്, അറബിക്കടലിനും ബംഗാൾ ഉൾക്കടലിനും ഇന്ത്യൻ തീരമുണ്ട്. യെസ്, ഏതാണ്? ഇന്ത്യ ഹാസ് എ കോസ്റ്റ് ലൈൻ ബൈ ദ അറേബ്യൻ സീ ആൻഡ് ബേ ഓഫ് ബംഗാൾ. അതേതാണ് മക്കളെ? ശരിയാണ് കേട്ടോ, അത് ശരിയാണ്. ഓക്കെ, ഇനി അടുത്തത്, ഇന്ത്യയിൽ കൂടുതൽ ആളുകൾ സംസാരിക്കുന്ന ഭാഷ ഹിന്ദിയാണോ? അതും എന്താണ്? കറക്റ്റ് ആണ്. ഹിന്ദി ഈസ് ദ മോസ്റ്റ് വൈഡ്ലി സ്പോക്കൺ ലാംഗ്വേജ് ഇൻ ഇന്ത്യ. ഇനി അടുത്തത്, ഇന്ത്യ ഹാസ് 5 നൈബറിംഗ് കൺട്രീസ്. ശരിയാണോ? ഇന്ത്യക്ക് 5 അയൽ രാജ്യങ്ങളുണ്ട്. അത് തെറ്റാണ്. അപ്പൊ ഈ 2 ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ കാണാനായിട്ട് പറ്റുന്നത്. ഇത് 2 നിങ്ങൾ നിർബന്ധമായും അറിഞ്ഞു വെക്കുക. കാരണം നമ്മുടെ ടെക്സ്റ്റ് ബുക്കിന്റെ ബേസിലാണല്ലോ ക്വസ്റ്റ്യൻസ് വരിക. അപ്പോൾ ടെക്സ്റ്റ് ബുക്കിലുള്ള ഭാഗങ്ങൾ മാത്രമേ നിങ്ങളോട് ചോദിക്കത്തുള്ളൂ. അപ്പൊ അതിൻ്റെ ഉള്ളിൽ നിന്നുള്ള കാര്യങ്ങൾ തന്നെ കൃത്യമായിട്ട് നിങ്ങൾ അറിഞ്ഞു വെച്ചാൽ നമുക്ക് എങ്ങനെയൊക്കെ ചോദ്യം വന്നാലും നമുക്ക് വളരെ ഈസി ആയിട്ട് നമുക്ക് എഴുതാനായിട്ട് പറ്റും. ഓക്കെ അല്ലേ? അപ്പൊ എല്ലാവരും എന്ത് ചെയ്യുക, അടിപൊളിയായിട്ട് പഠിക്കുക. നമ്മുടെ ഈ ഒരു ചാനലിൽ ഇനി അങ്ങോട്ടേക്ക് നമ്മുടെ എക്സാം ഓറിയന്റഡ് ആയിട്ട് ലൈവ് ക്ലാസ്സുകളും റെക്കോർഡ് സെക്ഷൻസുകളും അതുപോലെ തന്നെ ഷോർട്ട് വീഡിയോസും ഒക്കെ ഉണ്ടായിരിക്കും. അതൊക്കെ മസ്റ്റായിട്ട് കാണുക. എല്ലാ ക്ലാസ്സും കാണുക കേട്ടോ. എല്ലാ ഫ്രണ്ട്സിനും നിങ്ങൾക്ക് അയച്ചു കൊടുക്കുക. അപ്പൊ എനിവേ, എല്ലാവർക്കും ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്. ബൈ.